എല്ലാവർക്കും നമസ്കാരം. കാർത്തിക നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ആദിത്യനും ദേവത അഗ്നിയുമാകുന്നു. ഇത് ഒരു സ്ത്രീയോനി നക്ഷത്രവുമാകുന്നു. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പലതരത്തിലുള്ള ശരീരപ്രകൃതികൾ കാണാറുണ്ടെങ്കിലും പൊതുവെ ശാശ്വതമായ ആരോഗ്യവും കർമ്മ കുശലതയുള്ളവരുമായിരിക്കും. നീണ്ടുയർന്ന മൂക്കും സൗമ്യമായ കണ്ണുകളും ശാന്തമായ മുഖഭാവവും വിനീതമായ പെരുമാറ്റവും ഇവരുടെ ഒരു നൈസർഗിക ലക്ഷണങ്ങളാണ്. ഭക്ഷണകാര്യത്തിൽ നിഷ്ഠയൊന്നും പുലർത്തുന്നവരായിരിക്കില്ല ഇവർ. ആരോഗ്യ വിഷയത്തിൽ ആരുടെയും പിന്നിലുമായിരിക്കുകയില്ല. ശിരോരോഗമോ ദന്തരോഗമോ നയനരോഗമോ പീനസം മുതലായവയോ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ബാധിക്കാറുണ്ട്. ഈ രോഗങ്ങൾ മിഥുനം, കന്നി, മേടം ഈ മാസങ്ങളിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് അർശസ്സോ വായുവിൻ്റെ ഉപദ്രവമോ വായുക്ഷോഭമോ ഉണ്ടാകാറുമുണ്ട്. പക്ഷേ എന്തുതന്നെ ആയാലും ഇവർ ആരോഗ്യഭീരുക്കളോ ക്ലുബ്ധമായ ദിനചര്യ പാലിക്കാൻ ഇഷ്ടപ്പെടുന്നവരോ അല്ല. ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങളോ ജാതകം മുതലായവ രചിക്കാനോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കാർത്തിക നാളുകാർ അസാമാന്യമായ ബുദ്ധി സാമർഥ്യമുള്ളവരാണെങ്കിലും സ്ഥിരമായ ഒന്നിനെ ലക്ഷ്യമാക്കി വളരെയധികം ത്യാഗങ്ങളും ക്ലേശങ്ങളും സഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല. പല കാര്യങ്ങളിലും അസാമാന്യമായ കഴിവും സാമർഥ്യവും ഉള്ളതുകൊണ്ടായിരിക്കണം ഇവർ ഒന്നിൽ തന്നെ നിലകൊള്ളാത്തത്. ദുർമോഹാദികളെല്ലാം അതീതമായി അവരുടെ ചില ആദർശ നിഷ്ഠകളും അഭിമാനബോധവും ജീവിതത്തിൽ പല പരിവർത്തനങ്ങൾക്കും ഇടയാകുന്നുണ്ട്. മറ്റുള്ളവരെ ഉപദേശിക്കാനും വളരെ ബുദ്ധിപൂർവമായ മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനും ഇവർ പ്രാപ്തരാണെങ്കിലും സ്വന്തം കാര്യത്തിൽ അപ്പപ്പോൾ തോന്നുന്ന മനോഭാവത്തിനും സാഹചര്യത്തിനും അനുസരണമായി പ്രവർത്തിച്ചു പോരുകയാണ് പതിവ്. കൂട്ടുപ്രവർത്തനങ്ങളിൽ സ്വന്തം നിലയിൽ ഇവർക്ക് വലിയ പുരോഗതി ഉണ്ടാകുന്നില്ല. തങ്ങളുടെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും ഹാനികരമായ ഏത് കൂട്ടുകെട്ടുകളെയും എത്ര പ്രയോജനമുള്ളതായിരുന്നാൽ പോലും ഇവർ ഉപേക്ഷിച്ചു കളയും. ബുദ്ധിമാന്മാരായ ഇവർ എങ്ങനെയെങ്കിലും പണമോ പ്രതാപമോ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. മറ്റൊരുവൻ്റെ തണലിലോ നിയന്ത്രണത്തിലോ ഉണ്ടാകുന്ന വിജയങ്ങളും കാര്യലാഭങ്ങളും ഇവരെ സന്തോഷിപ്പിക്കാൻ പോകുന്നതുമല്ല. സ്വന്തം പ്രവൃത്തികളിലെ ദൂഷ്യഭാവങ്ങളെ മറന്നും വിജയങ്ങളെ പ്രകീർത്തിച്ചും സ്വയം അഭിമാനിക്കുന്ന സ്വഭാവവും ഇവരിൽ കാണുന്നുണ്ട്. സദാചാരങ്ങളിൽ അടിയുറച്ച വിശ്വാസമുള്ള ഈ നക്ഷത്രക്കാർ സ്ഥിരമായ ഈശ്വര വിശ്വാസമുള്ളവരും കർമ്മയോഗികളുമായിരിക്കും. ആചാര അനുഷ്ഠാനങ്ങളെയും പഴകിത്തുരുമ്പിച്ച ചില അന്ധവിശ്വാസങ്ങളെയും അതേപടി വിശ്വസിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. പ്രയത്നിക്കുക, പ്രവർത്തിക്കുക, ഇത് രണ്ടുമാണ് ഇവരുടെ വിശ്വാസ പ്രമാണം. കഴിയുന്നത്ര ലോകത്തിന് ഗുണം ചെയ്യണമെന്ന് ആഗ്രഹ ഉള്ളവരാണെങ്കിലും അത്തരം പ്രസ്ഥാനങ്ങളിൽ ദീർഘകാലം ശോഭിക്കാൻ ഇവർക്ക് സാധ്യമാകുന്നതല്ല. പൊതുകാര്യത്തിൽ ഇടപെട്ടാൽ ന്യായ ദീക്ഷയോടുകൂടി പ്രവർത്തിക്കുമെങ്കിലും നഷ്ടവും ഇച്ഛാഭംഗമായിരിക്കും ഇവർക്ക് അവസാനമായി ലഭിക്കുന്നത്. കാരണം സന്ദർഭത്തിന് അനുസരണമായി ചാഞ്ഞും ചെരിഞ്ഞും പോകുവാനുള്ള ഇവരുടെ കഴിവില്ലായ്മയോ നയശൂന്യതയോ ആകുന്നു. അധികാരസ്ഥാനങ്ങളിൽ വർഗചിന്തയ്ക്കും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും വിപരീതമായി ഇവർക്ക് വളരെ ശോഭിക്കുവാൻ കഴിയും. എന്നാൽ അങ്ങനെയുള്ള സ്ഥാനം കൊണ്ട് നേടാവുന്നതോ സ്വാധീനിക്കാവുന്നതോ ആയ ഗുണങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകുന്നതല്ല. പലവിധത്തിലുള്ള ജീവിത അനുഭവങ്ങൾക്കിടയിൽ ലോകത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയുന്ന ഇവർ കുറ്റക്കാർക്ക് മാപ്പ് കൊടുക്കുകയും തെറ്റുകളെ ദാക്ഷിണ്യ ബുദ്ധിയോടെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിൽ എത്താറുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലൗകികമായ വിജയങ്ങൾ ഇവരുടെ ബുദ്ധി സാമർഥ്യത്തിനും പ്രയത്നശീലത്തിനും തക്കവണ്ണം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ദാമ്പത്യ ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർ പ്രായേണ ഭാഗ്യവാന്മാരാണെന്ന് പറയാം. ഗൃഹഭരണ കുശലതയും പതിഭക്തിയും ഭർത്താവിൻ്റെ ഏതുവിധ താല്പര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്ന വിശാല ഹൃദയവും
മനോഗുണവുമുള്ള സ്ത്രീകളായിരിക്കും കാർത്തിക നക്ഷത്രക്കാർക്ക് ഭാര്യമാരായി വന്നുകൂടുക. എന്നാൽ അവിടെ ഒരു അപൂർണതയുമുണ്ട്. മിക്കവാറും ഭാര്യമാരുടെ ആരോഗ്യക്കുറവ് കൊണ്ടോ കൂടെയുള്ള വിരഹം കൊണ്ടോ ദാമ്പത്യ ജീവിതം സുഖപൂർണമായി ഇവർ അനുഭവിച്ചെന്ന് വരുന്നതല്ല. പ്രായേണ ഈ നാളുകാർ കാമശീലരും സുഖ അഭിലാഷികളും ആണെങ്കിലും സന്മാർഗിക നിഷ്ഠയ്ക്ക് വലിയ വൈകല്യമൊന്നും ഉണ്ടാകാറില്ല. മറ്റെന്ത് കാര്യങ്ങളിലും അനേക വിധത്തിലുള്ള വിഷമതകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുമെങ്കിലും ഗൃഹജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും മറ്റാരേക്കാളും കൂടുതലായി ഇവർക്ക് അനുഭവപ്പെടാതിരിക്കുകയില്ല. സ്വയം നിരൂപണം ചെയ്യുന്ന ഒരു സ്വഭാവം ഈ നക്ഷത്രക്കാരിൽ മിക്കവരും കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഇവർ ജീവിതത്തിൽ പലതിനെക്കുറിച്ചും പലപ്പോഴും ചില നിയന്ത്രണങ്ങളെല്ലാം കർശനമായി പുലർത്തുമെങ്കിലും സ്വയമേവ അതിനെ ഭേദപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ അത് ഏതു വിധത്തിലുള്ളതാണെങ്കിലും ശരി ഇവർ ജാഗരൂകരായിരിക്കും. ഒരു പ്രതിജ്ഞ ചെയ്താൽ അത് നിറവേറ്റുന്നതിന് എത്ര ബന്ധപ്പെടേണ്ടി വന്നാലും കൃത്യനിഷ്ഠയോടുകൂടി അവരത് നിർവഹിക്കുമെന്ന് സാരം. പ്രായേണ ഇവർ പൊതുജനമധ്യത്തിൽ പ്രസിദ്ധിയും ബഹുമാനവും കുലീനതയും നേതൃത്വവും ഉള്ളവരാണ്. വലിയ കൃത്രിമങ്ങൾക്ക് വേണ്ടതായ ബുദ്ധിയുണ്ടെങ്കിലും അതിയായ അഭിമാനവും ധർമ്മബോധവും ഉള്ളവരായതുകൊണ്ട് ചതിയോ വഞ്ചനയോ ഒന്നും തന്നെ ഇവരിൽ നിന്ന് ഉണ്ടാകുന്നതല്ല. ആത്മാർത്ഥതയുടെ കൂടുതൽ കൊണ്ട് നേരിടാവുന്ന ദോഷങ്ങളായിരിക്കും അധികവും ഇവരെ പീഡിപ്പിക്കുന്നത്. കേവലം നിസ്സാരമായ കാര്യങ്ങൾ മതിയാവും ഇവരെ പെട്ടെന്ന് ക്ഷുഭിതരാക്കുവാൻ. ക്ഷോഭമുണ്ടായാൽ ഇവർ സാഹസികമായ തീരുമാനമെടുക്കുകയും ചിലർ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തെന്നു വരും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശാന്തതയും സമചിത്തതയും പരിശീലിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. മത്സരങ്ങളിലും വാദപ്രതിവാദങ്ങളിലും മറ്റും അനാദൃശ്യങ്ങളായ യുക്തികളും ന്യായങ്ങളുമെല്ലാം ഇവർ സ്വാധീനമാക്കിയിരിക്കും. കാർത്തിക നാളുകാർക്ക് സ്വദേശമോ സ്വകുടുംബമോ അത്ര ഗുണകരമായി കാണാറില്ല. അന്യദേശങ്ങളിലെ ജീവിതവും പ്രവർത്തനങ്ങളും മറ്റുമാണ് ഇവർക്ക് അധികവും ശ്രേയസ്കരമായിട്ടുള്ളത്. പ്രായേണ ഇവർ മാതൃഭക്തി ഉള്ളവരും മാതാവിൻ്റെ പ്രത്യേക വാത്സല്യങ്ങൾക്ക് പാത്രീഭൂതരുമായിരിക്കും. പിതാവിനെക്കുറിച്ച് ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ടായിരിക്കും. എന്നാൽ പിതൃദത്തമായ സൗഭാഗ്യങ്ങൾ താരതമ്യേന കുറവുമായിരിക്കും. ഇവർക്ക് 50 വയസ്സുവരെ ശാശ്വതമായ ഒരു അഭിവൃദ്ധിയോ പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയമാകുമെന്നുള്ളത് കൊണ്ട് ശരിയായ ജീവിത സ്വസ്ഥതയോ കൈവരിക്കാൻ സാധിക്കുന്നതല്ല. എന്നിരുന്നാലും 24-നും 35 വയസ്സിനകവും 50-നും 55 വയസ്സിനകവും ഇവർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് കൂടി പറയാം. മിക്കവാറും ഈ ഫലങ്ങളിലധികവും ഇവർക്കുണ്ടായിരിക്കുമെങ്കിലും ജീവിതത്തിൽ തിക്തങ്ങളായ അനുഭവങ്ങൾ വിശേഷവിധിയായി ഇവരിൽ കാണപ്പെടുന്നു. ഭർത്തൃ സൗഭാഗ്യം കുറഞ്ഞോ ഭർത്തൃവിരഹം അനുഭവിക്കുകയോ സന്താനക്ലേശ അനുഭവിക്കുകയോ ഇവരിൽ അധികവും കാണപ്പെടുന്നു. പൊതുവേ പറഞ്ഞാൽ ജീവിതത്തിൽ ഭാസുരങ്ങളായ പലതും ഇവരെ വിട്ടകലുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. സ്നേഹശൂന്യകളല്ല ഇവരെന്നിരിക്കലും മറ്റുള്ളവരുടെ മേൽക്കോയ്മയ്ക്കും സമ്മർദ്ദത്തിനും ഇവർ വഴങ്ങുന്നവരല്ല. അതുകൊണ്ട് മാനസികമായ സ്വൈര്യത മിക്കവാറും ഇവർക്കുണ്ടായിരിക്കുകയില്ല. സ്വന്തക്കാരും ബന്ധപ്പെട്ടവരുമായി എപ്പോഴും ഭിന്നിക്കുന്നവരും അശരണകളായി കഴിയുന്നവരും ഈ നാളുകാരിലുണ്ട്. ചൊവ്വയോ വ്യാഴമോ ജാതകത്തിൽ അനിഷ്ട ഭാവങ്ങളിൽ നിന്നാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് സന്താനനാശമോ അസന്തതിത്വമോ നേരിടാവുന്നതാണ്. കഠിനമായ അധ്വാനമോ മനസ്സിൻ്റെ സ്വൈര്യക്കുറവോ നിമിത്തം ഇവർക്ക് ആരോഗ്യഹാനി നേരിടാവുന്നതുമാണ്. യാന്ത്രികങ്ങളായ പ്രവർത്തനങ്ങൾക്കും ലോഹപ്പണികൾ ആരംഭിക്കുന്നതിനും ഈ നക്ഷത്രം കൊള്ളാം. ഇതിൻ്റെ ദശാനാഥൻ ആദ്യത്തിനാണ്. ജനനം ആദിത്യശയിൽ, തുടർന്ന് ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ എന്നീ ക്രമത്തിലാണ് ദശാകാലങ്ങൾ. ദോഷമായ ദശാകാലങ്ങളിൽ വേണ്ടവിധ പരിഹാരങ്ങളെല്ലാം അനുഷ്ഠിച്ചാൽ തീർച്ചയായും സുഖാനുഭവങ്ങൾ എല്ലാ നാളുകാർക്കും ഉണ്ടാകും. കാർത്തിക നാളുകാർക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.